ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പവർ ബാങ്ക് കൊണ്ട് ഒരെണ്ണം ഇനാഗ്രേറ്റ് ചെയ്യണത്. നീ എന്തൊരു കള്ളനാടാ ഇവിടെ കൊണ്ടുവന്നത്. പ്രസ് ചെയ്താൽ മതി, പ്രസ് ചെയ്താൽ മതി എന്ന്. കാരണം അതൊരു ടൈമിങ് അവിടെ ഉണ്ട്. ഞാൻ വിളിച്ചത് ഇത് വെച്ചിട്ട് എങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആദ്യം തന്നെ നാഷിക അതിഗംഭീരമായിട്ടുള്ള ട്രെയിലർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാലോ, ഒരു ട്രെയിലർ നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് ഓടുമോ ഓടില്ലേ എന്നൊക്കെ നമുക്ക് ഉള്ളിൽ ഉണ്ടാവുമല്ലോ, സ്നേഹം കാര്യങ്ങളൊക്കെ അത് വേറെ. പക്ഷേ എന്ന് പറഞ്ഞതുപോലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ തോന്നുന്നൊരു സിനിമയാണ്. സന്തോഷം, താങ്ക് യു. എത്രയോ കൊല്ലമായിട്ട് എനിക്ക് നാദർഷിക എന്ന് പറയുന്നത്, ഞാൻ ഫ്ലാഷ് ബാക്ക് ഒന്നും പറയുന്നില്ല, കാരണം ഒരുപാട് ഇതുപോലെ ചാനലുകളിലും ഇതുപോലത്തെ വേദികളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയാണ്. സിനിമ മിമിക്രി എന്നൊക്കെ പറയുന്ന സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് എനിക്ക് അവസരങ്ങൾ തന്നിട്ടുള്ള മനുഷ്യനാണ്. ആ വ്യക്തി അമർ അക്ബർ ആന്റണിയായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ഇക്കടെ യാത്രയിൽ ഞാനും ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഈശോ എന്ന് പറയുന്ന സിനിമയും ഇദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റി. നാദർഷികയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങളുടെ പൾസ് അറിയാവുന്ന, റിതം അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് പടം ചെയ്താലും ഏത് മ്യൂസിക് ചെയ്താലും അത് ജനങ്ങൾ ഏറ്റുപാടുന്ന പാട്ടുകളായിട്ട് മാറാറുണ്ട്. ഇതിലെ പാട്ടുകളും തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്ലേ ലിസ്റ്റിലുണ്ടാവും, മനസ്സിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു.